ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനമായി നിൽക്കുവാൻ അടിയന്റെ ജീവിതത്തിൽ നാം നല്ല അവസരത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചാൽ നിങ്ങൾക്കത് ഉപകാരമായി വരത്തില്ല. എൻ്റെ എന്തെങ്കിലും സംസാരിച്ചാൽ ഇന്ന് തൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ ആര് ദൈവസേനയെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ അവരോട് ദൈവം സംസാരിക്കും. എൻ്റെതായിട്ട് ഞാൻ എന്തെങ്കിലും എടുത്ത് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കത് ഉപകാരമായി വരത്തില്ല, അതെനിക്ക് തന്നെയാണ്. പക്ഷെ എന്നാൽ ഇന്ന് തൽക്കാലം ദൈവം നമ്മളോട് സംസാരിക്കും. ഏൽപ്പിച്ചു കൊടുക്കുന്ന അവരോട് ദൈവം സംസാരിക്കും. ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ദൈവനെ തൊടണമേ, ഇന്ന് ദൈവനോട് സംസാരിക്കണമേ എന്ന്. ഇവിടെ നമ്മൾ വന്നിട്ട് നമ്മുടെ ദൈവത്തിന്റെ സ്പർശനം കേൾക്കാതെ പോകരുത്. ഇവിടെ നമ്മൾ വന്നിട്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ നമ്മൾ പോകരുത്. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് പകർന്ന്, കർത്താവേ, നീ എന്നെ നന്നായി അറിയുന്ന ദൈവം, ഞാൻ എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും എല്ലാം നന്നായി അറിയുന്ന ദൈവമാണ്. നീ എന്നെ തൊടണമേ കർത്താവേ, നീ എന്നെ സ്പർശിക്കണമേ. നിന്റെ വചനം ഏത് ആത്മാവിൽ എഴുതപ്പെട്ടു ആത്മാവിൽ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവാത്മാവ് ഭരിച്ച് നടത്തണമേ. അങ്ങ് ജീവിതങ്ങളെ തൊടണമേ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അവനവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് അവൻ യേശു എന്ന പേരിലാണ്. യേശു ഭൂമിയിൽ വന്നത് മനുഷ്യരെ തന്റെ പാപം രക്ഷിക്കാനാണ്. എന്നാൽ വന്ന യേശു ക്രിസ്തുവിന്റെ ദൗത്യത്തിൽ വെച്ച് ഏറ്റവും വലിയ കാര്യമായിരുന്നു പരിശുദ്ധാത്മാ സ്നാനം. യേശുവിന് മാത്രമേ മനുഷ്യന് പരിശുദ്ധാത്മാവിനെ നൽകാൻ കഴിയുന്നുള്ളൂ. വേറെ ആർക്കും പരിശുദ്ധാത്മാവിനെ നൽകാനായിട്ട് കഴിയത്തില്ല. യേശു പറഞ്ഞ ഉപദേശങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണ് പരിശുദ്ധാത്മാ സ്നാനം. യേശുവിനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി ഒറ്റയ്ക്കൊരു വ്യക്തിയെ ഭൂമിയിൽ വന്നുള്ളൂ. യോഹന്നാൻ സ്നാപകനാണത്. യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറഞ്ഞു, യേശു സൗഖ്യമാക്കും, യേശു പച്ചവെള്ളം വീഞ്ഞാക്കും. ഇതൊന്നും യോഹന്നാൻ പറഞ്ഞില്ല. യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. എന്തെന്നറിയാമോ? എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്. ഞാൻ നിങ്ങളിപ്പോൾ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ ആത്മാവിനാലും തീയിലും സ്നാനം കഴിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് തൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ വിഷയത്തെ കുറിച്ചാണ്. ആ വ്യക്തിത്വത്തെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആ ശക്തിത്വത്തെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിത്വമാണ്, ആ സമയം തന്നെ ഒരു ശക്തിയാണ്. ഈ വ്യക്തിത്വത്തെ നമ്മളൊന്ന് അറിയാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായി തീരും. നമ്മളെ ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് ഈ പരിശുദ്ധാത്മാവിനെ നിന്ന് രുചിച്ചറിയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അമ്പെ പരാജയപ്പെട്ടു പോകും. യേശു സാധാരണ ഒരു നേതാവ് ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിരാമത്തോടു കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവസാനത്തോടുകൂടി ആ മതം ശോഷിച്ചു പോകും. എന്നാൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നത് യേശു ക്രിസ്തു, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാൽ മറ്റൊരുത്തൻ നിങ്ങളുടെ മുമ്പിൽ വരും, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരും. ഞാൻ പോകാതിരുന്നാൽ കടന്നു വരത്തില്ല. യേശു സ്വർഗത്തിലേക്ക് കടന്നു പോയതിനു ശേഷം ക്രിസ്തീയ സഭ തളർന്നു പോവുകയല്ല ചെയ്തത്, അടിക്കടി ശക്തമായി ലോകമെമ്പാടും കത്തിപ്പടരുകയാണ് ചെയ്തത്. കാരണം എന്തെന്നറിയാമോ? പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവം അയച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന് പലരും, ഞാൻ വളരെ വിഷമത്തോടെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ആളുകൾ വന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഈ പരിശുദ്ധാത്മാവിന്റെ പലർക്കും പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയാം, എങ്കിലും ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ച് ഒന്ന് ടച്ച് ചെയ്യുവാൻ പലരും അതിന് തുനിയാറില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ നിങ്ങൾ ആള് മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും. ഇന്ന് തൽക്കാലം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ചെറുതായി പറയാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നതിന്റെ രണ്ട് അവസ്ഥകളെ കുറിച്ച് ഇന്ന് തൽക്കാലം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്, അല്ലെ? പരിശുദ്ധാത്മാവില്ലാത്ത ആരും ഇവിടെ വന്നിട്ടില്ല.
നമ്മൾ യേശുവിനെ വായി കൊണ്ട് ഏറ്റു പറയുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ നമ്മൾ പറയാതെ, നമ്മൾ സ്വീകരിക്കാതെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആ വ്യക്തിത്വം നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞു. പരിശുദ്ധാത്മാവുന്ന വ്യക്തിത്വം നമ്മുടെ ഉള്ളിൽ കയറി. നമ്മൾ ആരും പറഞ്ഞിട്ടൊന്നുമല്ല പരിശുദ്ധാത്മാവ് വന്ന്. യേശുവിനെ രക്ഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ എന്താ പറഞ്ഞേ? വാ കൊണ്ട് ഏറ്റു പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇങ്ങനെ രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞു. എന്നാൽ യേശു പറയുന്ന കാര്യം ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു സംഭവം. യേശു പറയാണ്, നിങ്ങൾ കൂടിയിരിക്കണം. നിങ്ങൾ കൂടിയിരുന്ന് ഈ ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചെടുക്കണം. ആത്മാവ് നിങ്ങളുടെ മേൽ വരും. ഇതാണ് രണ്ടാമത്തെ അവസ്ഥ. നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ പക്ഷേ നിങ്ങളുടെ മേൽ വരണം. ഇനി അത് ശക്തിയായി നിങ്ങളുടെ വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കണം. എന്റെ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ഉള്ളിൽ ആത്മാവുണ്ട്. പക്ഷേ ഈ ആത്മാവിന്റെ ശക്തിയെ നിങ്ങൾ ഏറ്റെടുക്കണം. ഈ ആത്മാവിന് വേണ്ടി നിങ്ങൾ ഈ ശക്തി കിട്ടണമെങ്കിൽ ഈ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം. യേശു പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ഈ ആത്മാവിനെ പ്രാപിക്കുവാൻ നിങ്ങൾ കൂടിയിരിക്കണം, നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ അതിനെ വെൽക്കം ചെയ്യണം, നിങ്ങൾ അതിനെ സ്വീകരിക്കണം. ഈ ശക്തി നിങ്ങളിലേക്ക് ആവസിക്കണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കണം. പലപ്പോഴും നമ്മുടെ മധ്യത്തിൽ എനിക്ക് വളരെ സങ്കടം തോന്നിയത് ഈ ശക്തിന്റെ, ഈ പരിശ്രമത്തിന്റെ ശക്തി ഒന്ന് രുചിച്ചറിയുവാൻ, ഒന്ന് ടേസ്റ്റ് ചെയ്യുവാൻ ശ്രമിക്കാതിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വളരെ വിനയത്തോടെ പറയുന്നു, ഇന്നു മുതൽ അതിന് പ്രായപരിധിയൊന്നുമില്ല. വയസ്സായി എന്നോർത്ത് അതിന് ഒരു ഇതല്ല, കുഞ്ഞു കൊച്ചിന് അതിന് ഒരു പരിധിയല്ല. ഇന്ന് പലക്കാലം പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നിങ്ങൾ ഒന്ന് രുചിച്ചറിയണം. രുചിച്ചറിഞ്ഞിട്ടേ നിങ്ങൾ പോകാവുള്ളൂ ഇവിടുന്ന്. നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിന് ശക്തിയുണ്ട്. എന്നാൽ യേശു പറയുകയാണ്, നിങ്ങൾ അതിനുവേണ്ടി കാത്തിരുന്ന് അതിന്റെ ശക്തിയെ പ്രാപിക്കണം. ആ ആത്മാവ് നിങ്ങളുടെ മേൽ വരണം. നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ട് കാര്യമില്ല, അതിന് നിങ്ങളുടെ മേൽ വരണം. അതിന്റെ ശക്തി, ആ ശക്തി നിങ്ങൾ പ്രാപിച്ചെടുക്കണം. ദൈവം യേശു വന്നതും പരിശുദ്ധാത്മാ ശക്തി ഭൂമിയിൽ വന്നതുമായിട്ട് ചില വ്യത്യാസങ്ങളുണ്ട്. യേശു ഭൂമിയിൽ വന്നപ്പോൾ ഒരു മനുഷ്യരും അവരെ സ്വീകരിക്കുന്നില്ലായിരുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ വചനത്തെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. യേശു ഭൂമിയിൽ വന്നപ്പോൾ യേശുവിനെ സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. യേശുവിനെ വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ പുൽത്തൊട്ടിയിൽ കിടത്തി എന്നാണ് പറയുന്നത്. എവിടെയാ ജനിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് ബൈബിൾ പറയുന്നില്ല. വഴിയമ്പലത്തിൽ വളരെ തിരക്കായ കാരണം ഒരു 1-2 പേരുടെ കൂടി കയറി നിൽക്കാതിരിക്കും. പക്ഷേ ഒരു ഡെലിവറിക്കുള്ള ഒരു അവസരം അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ യേശുവിനെ പുൽത്തൊട്ടിയിൽ കിടത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഡെലിവറി പ്രസവം നടന്ന എവിടെയാന്ന് ആർക്കും വരുന്നത് ബൈബിൾ പറയുന്നില്ല. യേശു ഭൂമിയിലേക്ക് ആരും യേശുവിനെ സ്വീകരിച്ചില്ല. ഇതിൽ നിന്ന് ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചാലും ആരും നിങ്ങളെ കൈക്കൊള്ളണമെന്നില്ല. പലപ്പോഴും നമ്മൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ നമ്മുടെ ബന്ധുത്തായികളോ അല്ലെങ്കിൽ മറ്റവരോ നമ്മൾ സ്വീകരിച്ചില്ല. യേശുവിനെ കിട്ടിയ ഹല്ലേലൂയ, ആ യേശു വന്നപ്പോൾ യേശുവിന് ഉണ്ടായ അനുഭവം തന്നെയാണ് യേശുവിനെ സ്വീകരിക്കുന്നവരിലും പലപ്പോഴും കടന്നു വരാറ്. എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരിക്കലും നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ, നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് കടന്നു വന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ സ്വീകരിക്കാൻ റെഡിയായിട്ട് നിന്ന ഒരു ഭാഗം ജനങ്ങളുടെ മധ്യത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് കടന്നു വന്നത്. നിങ്ങൾക്കറിയോ, പരിശുദ്ധാത്മാവ് അങ്ങനെ കടന്നു വരത്തില്ല. ചുമ്മാ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ല. പരിശുദ്ധാത്മാവ് ശക്തിയായി നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരണമെങ്കിൽ, നിങ്ങളുടെ മേൽ കടന്നു വരണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കണം. യേശുവാണ് ഈ കാര്യം പറഞ്ഞത്, അല്ലാണ്ട് മറ്റാരും പറഞ്ഞ കാര്യമല്ല. നിങ്ങളുടെ ഉള്ളിൽ യേശുവിനെ ചിരിച്ചപ്പോൾ ആത്മാവ് ഉള്ളതാണ്. പക്ഷേ ഇത് നിങ്ങളുടെ മേൽ വരണമെങ്കിൽ, ആ ശക്തിയായി നിങ്ങളുടെ ശക്തി നിങ്ങളിൽ വെളിപ്പെടണമെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ. പരിശുദ്ധാത്മാവ് കടന്നു വന്നത് കാത്തിരുന്നവരുടെ മേലാണ്. 120 പേർ അതിനുവേണ്ടി മർക്കോസിന്റെ മാളിക പോലെ അതിനുവേണ്ടി കാത്തിരുന്നു. ഒരു ദിവസം കാത്തിരുന്ന് വന്നോ? ഇല്ല, പല ദിവസങ്ങൾ അതിനുവേണ്ടി യേശു പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ ആത്മാവിന് വേണ്ടി കാത്തിരിക്കണം എന്ന് പറഞ്ഞവരിങ്ങനെ ഏറ്റെടുത്ത് അവർ പല നാളുകൾ ഇങ്ങനെ എല്ലാവരും കൂടി വന്ന് ഒരുമനപ്പെട്ട ഏക ഹൃദയത്തോടെ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് അതിനുവേണ്ടി ജാഗരിച്ചപ്പോൾ ദൈവത്തിന്റെ മഹാശക്തി അതുവരെ അവരുടെ ജീവിതത്തിൽ വ്യാപരിക്കാത്ത, ജീവിതത്തിൽ അറിയാത്ത
ഒരു മഹാശക്തി അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നു. കൊടിയെ കാറ്റടിക്കുന്ന പോലെ, ഹല്ലേലൂയ, വലിയ ഭൂകമ്പം ഉണ്ടാകുന്ന പോലെ വലിയ ശക്തിയോടെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. വലിയ കാറ്റടിക്കുന്ന പോലെ. ഇതെല്ലാം എല്ലാവരുടെ മേലും ഉണ്ടാവുന്ന കാറ്റും കോളും, കാറ്റും ശക്തി, ഇതെല്ലാം എല്ലാവർക്കും കിട്ടും. പക്ഷേ അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആത്മശക്തി ഇറങ്ങി വരുന്നത് ഓരോരുത്തരുടെ മേലാണ്. ഹല്ലേലൂയ, അതിനുവേണ്ടി ഹല്ലേലൂയ ജാഗരിക്കുന്നവരുടെ മേലേക്കാണ്, അവരുടെ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എന്നാണ് ആ ദൈവവചനം വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പലകാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്, സത്യമാണ്. പക്ഷേ എന്നാൽ ഇന്ന് പലകാലം നിങ്ങളുടെ മേലിലേക്ക് അവന്റെ ആത്മാവിന്റെ വലിയ ശക്തി, ഇന്ന് പലകാലം അളക്കുവാൻ കഴിയാത്ത വലിയൊരു ശക്തി ഓരോരുത്തരുടെ മേൽ പതിയണമെങ്കിൽ ഇന്ന് പലകാലം നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഒരിക്കലും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേലിലേക്ക് കടന്നു വരത്തില്ല. നിങ്ങൾ ഇവിടെ കടന്നു വരുന്നുണ്ട്, ദൈവത്തിനെ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ, നമ്മൾ ഇവിടുത്തെ അംഗങ്ങളാണ്. നിങ്ങൾ ആരും ഈ ശക്തി പ്രാപിച്ചില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ആരെയും മുടക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ പരിശ്രമം ഉണ്ട് താനും. പക്ഷെ എന്നാൽ നിങ്ങൾക്ക് അവനെ രുചിച്ചറിയണമെങ്കിൽ യേശു പറഞ്ഞു, നിങ്ങൾ അവനായി കാത്തിരുന്ന് അത് പ്രാപിച്ചെടുക്കണം. നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി പരിശുദ്ധാത്മാവാണ് നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കളായി തീർന്നെന്ന് ആദ്യം നമ്മളോട് പറഞ്ഞാരാ? വിശ്വാസിയാണോ പറഞ്ഞേ? പരിശുദ്ധാത്മാവ് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് മോനെ, നമ്മുടെ ഉള്ളിൽ നിന്ന് അവൻ പറയാണ്, ഹല്ലേലൂയ, മോനെ നീ ഒരു ദൈവപൈതലാണ്. ഹല്ലേലൂയ, നീ ഒരു ദൈവത്തിന്റെ പൈതലാണ്. പ്രൈസ് ദി ലോർഡ്. നീ ഒരു ദൈവത്തിന്റെ മകളാണെന്ന് പരിശുദ്ധാത്മാവാണ് നമ്മളോട് ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിത്വമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവ്. അവന്റെ ശക്തിയെ ഒന്ന് തിരിച്ചറിയുവാൻ എത്ര പേര് ഇന്ന് ശ്രമിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരിൽ ഓരോരുത്തരുടെ മേലാണ് പറയുന്നത്. കാരണം ഓരോരുത്തരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പകരുവാൻ കാരണം പല നിലകളിലാണ് ദൈവത്തിന്റെ ആത്മാവ് പകരുന്നത്. എല്ലാവരെയും ഒരേ ലെവലിലല്ല ദൈവത്തിന്റെ ആത്മാവ് പകരുന്നത്. ഇന്ന് പലക്കാലം നിങ്ങളുടെ സാഹചര്യം അറിഞ്ഞ്, നിങ്ങളുടെ ഹല്ലേലൂയ വലിപ്പം അറിഞ്ഞ്, നിങ്ങളുടെ അളവറിഞ്ഞാണ് ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നത്. കാരണം നിങ്ങൾക്കുള്ള ആവശ്യമല്ല മറ്റൊരു പ്രചരണമുള്ളത്. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം നിങ്ങളുടെ വിഷയം ഒരു രോഗമാണോ? പ്രൈസ് ദി ലോർഡ്. ആ രോഗത്തെ ജയിക്കുവാൻ ആവശ്യമായ ഒരു വലിയൊരു പവറാണ് നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നത്. ഇന്ന് പലക്കാലം അതിനുവേണ്ടി നിങ്ങൾ ജാഗരിക്കുമോ? നിങ്ങളുടെ രോഗത്തെ ഹല്ലേലൂയ ഉരുക്കി മാറ്റുവാൻ കഴിയുന്ന വലിയൊരു പവറാണ് ഇന്ന് പലക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേലെ ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് സാമ്പത്തിക ക്ലേശമായിരിക്കാം. ആ സാമ്പത്തിക ക്ലേശം മാറ്റുവാൻ രോഗികളുടെ മേൽ വരുന്ന പവറല്ല വരുന്നത്. അല്ല, ഇന്ന് പലക്കാലം അതിന് തക്കതായ ഒരു പവറാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലേക്ക് അയക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനോവ്യസനമാണോ? ഇന്ന് പലക്കാലം അതിനു വേണ്ടിയുള്ള ഒരു ദൈവത്തിന്റെ പവറാണ് നിങ്ങളുടെ മധ്യത്തിലേക്ക് ദൈവം അയക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ജീസസ്. ആ ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെട്ടു കൊടുക്കുക. ഇന്ന് പലക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. കേവലം നമ്മളെ കൈയടിച്ച ഇവിടെ പാട്ടുപാടി ഇവിടെ തീരുന്ന ഒരു അവസ്ഥയല്ല. എന്നാൽ ഇന്ന് പലക്കാലം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് ഇന്ന് പലക്കാലം ദൈവത്തിന്റെ ജനം മാറ്റപ്പെടണം. ജീസസ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കണം. മകനെ, ഹല്ലേലൂയ, ഈ വഴി പോകണം. ഹല്ലേലൂയ, ഇതാണ്. ഹല്ലേലൂയ, ഇങ്ങോട്ട് പോകരുത്. ഹല്ലേലൂയ, ഈ വഴി നീ നീങ്ങണം എന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്ന തലങ്ങളിലേക്ക് നമ്മൾ മാറ്റപ്പെടണം. ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുന്നത്, ശരീരങ്ങളെ വിട്ടുകൊടുത്ത് ആരാധിക്കുന്നത് അതിന്റെ ഒരു സ്റ്റെപ്പ് മാത്രമാണ്. എന്നാൽ ദൈവാത്മാവിന്റെ നിയന്ത്രണമാണ്. ഹല്ലേലൂയ, ദൈവാത്മാവ് നമ്മൾ നിയന്ത്രിക്കുന്ന തലങ്ങളിലേക്ക് നമ്മൾ മാറ്റപ്പെടണം. യേശു പറഞ്ഞു, ഈ ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചെടുക്കണം. നിങ്ങളുടെ മേൽ വരണം ഈ ശക്തി, നിങ്ങളുടെ മേൽ വരണം. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരുന്ന് ജാഗരിക്കണം. സ്നാനപ്പെടുവാൻ ഹല്ലേലൂയ നമ്മളെ സ്നാനപ്പെടുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഏറ്റു പറയുമ്പോഴും നമ്മളെ അതിനുവേണ്ടി ഉത്ബോധിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എല്ലാ ദൈവം യേശു ഭൂമിയിലേക്ക് അയച്ചു തന്നിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഹല്ലേലൂയ ഓരോന്നിനും വേണ്ടി നമ്മളെ ഉദ്യമിപ്പിക്കുന്നത്. ഹല്ലേലൂയ നമ്മളെ നേർവഴിയിൽ നടത്തുന്നത്, ഹല്ലേലൂയ നമ്മളെ മുന്നോട്ട് നേർവഴിയിൽ നീക്കുന്നതെല്ലാം ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഇന്ന് പലകാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏത് അളവിലാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വേണ്ടത്?
നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങളെ ഹല്ലേലൂയ പരിഹരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പൽക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നേരുള്ള ആത്മാവാണ്, സത്യമുള്ള ആത്മാവാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പകയോ പിണക്കമോ, ഒരു വ്യക്തിയോട്, നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട് പകയോ പിണക്കമോ ഹല്ലേലൂയ ഒരു കൈ പോലും കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പണ്ടേ നിങ്ങളിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവിനുള്ള പ്രത്യേകത, ദൈവജനം പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, ആത്മാവിനെ കെടുക്കരുതെന്ന് മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. ആത്മാവിനെ തീയോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ? ആത്മാവിനെ കെടുക്കരുത് പറയുമ്പോൾ കെടുക്കുന്നതെന്നാ തീയാണ് കെടുക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കെടുത്തിയാൽ കെട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ വളരെ പെട്ടെന്ന് ദുഃഖിക്കും. ഇന്ന് തൽക്കാലം ഈ ദൈവത്തിന്റെ വചനം പറയുന്നു, പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കത്തില്ല. യേശുവിനോട് പറഞ്ഞാലും പിതാവിനോട് പറഞ്ഞാലും ഒരു പക്ഷേ നിങ്ങളോട് ക്ഷമിക്കുമായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അപവാദം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കത്തില്ല. ദൈവത്തിന്റെ വചനം അത് അങ്ങനെ തന്നെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ അപവാദം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ അവനിൽ വിശ്വസിക്കാതെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ ഏറ്റെടുക്കാതിരുന്നാൽ സഭയിൽ നിന്ന് ആരും കൊടുക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ സംഭവിക്കാൻ പോകുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എന്നേക്കുമായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടും. പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെട്ട് ഇന്ന് പലക്കാലം ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളല്ല ഉയരേണ്ടത്, നമ്മളല്ല ഹല്ലേലൂയ ഉയരേണ്ടത്. ഇന്ന് പലക്കാലം ഏതെങ്കിലും ഒരു പ്രസംഗം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ വിജയ ബ്രദർ പ്രസംഗിച്ച് നല്ല പ്രസംഗമായിരുന്നു, പോയി പരാജയപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. ദൈവം യേശു ഉയരണം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കുറിച്ചായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നത്. യേശു ഉയർന്നാൽ ഹല്ലേലൂയ ഇന്ന് പലക്കാലം ആ യോഗം വിജയിച്ചു. വ്യക്തിത്വങ്ങൾ ഉയർത്തപ്പെട്ടാൽ ഹല്ലേലൂയ യേശുവിനെ പരിശുദ്ധാത്മാവ് കൂട്ടുന്നില്ല. പരിശുദ്ധാത്മാവ് കൂട്ടി നിൽക്കണമെങ്കിൽ ഹല്ലേലൂയ യേശുവിന്റെ നാമം ഉയരണം. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം നമ്മുടെ ജീവിതത്തിലൂടെ യേശുവിനെ ഉയർത്തണം. യേശു നമ്മുടെ ജീവിതത്തിൽ ഉയർന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് സന്തോഷിക്കത്തുള്ളൂ. പ്രൈസ് ജീസസ്. ഇന്ന് പലക്കാലം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് പ്രവചനം. ഞങ്ങൾ പ്രവചനം പല പല കാര്യങ്ങളും പരിശുദ്ധാത്മാവിന്റെ കീഴിൽപ്പെട്ടതാണ്. നിങ്ങൾ ചിന്തിക്കരുത് പ്രവചനം ദൈവാത്മാവിന്റെ പ്രവർത്തനമല്ലെന്ന്. സത്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടാണ് പ്രവചനം എന്ന് പറയുന്നത്. പ്രവചനം ഒരിക്കലും തുച്ഛീകരിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. ഒരു പ്രവചനം കേട്ടാൽ നിങ്ങളോടാണെങ്കിൽ നിങ്ങളത് ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നിങ്ങളോട്, ദൈവത്തിന്റെ ആത്മാവാണ്, മനുഷ്യൻ പറയുന്ന കാര്യമൊന്നുമല്ല. എന്ന് തൽക്കാലം പ്രവചനം ദൈവത്തിന് വരുന്നതുകൊണ്ട് അത് ഏറ്റെടുക്കാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. പ്രവചനം തുച്ഛീകരിക്കരുത്, ആത്മാവിനെ കെടുക്കരുത്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സംഗ്രഹിക്കണം. എന്ന് തൽക്കാലം ദൈവം നിങ്ങളോട് സംസാരിച്ചാൽ അത് ഏറ്റെടുക്കണം. അതല്ലാതെ നമ്മൾ മസിൽ പിടിച്ചിരിക്കരുത്. ഹല്ലേലൂയ. നമ്മൾ ദൈവാത്മാവിനെ ഹൃദയം കൊടുക്കാതിരിക്കരുത്. നമ്മൾ ദൈവസേനയിൽ കടന്നു വന്നു, ഇതേവരെ ഈ ശക്തി നിങ്ങളുടെ മേൽ വന്നിട്ടില്ലെങ്കിൽ, ഞാൻ ഒന്നോടെ ഏറ്റു പറയുന്നു, ഇതേവരെ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശക്തിക്കായി നിങ്ങൾ കാത്തിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതം സുഖകരമായി തീർത്തില്ല. പരിശുദ്ധാത്മാവിനോട് കൂടെ നിങ്ങൾ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം സുഖകരമായി തീർത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളെ താങ്ങുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയാസത്തിൽ നിങ്ങളെ ഹല്ലേലൂയ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യേശു പരിശുദ്ധാത്മാവിനെ നമ്മുടെ മധ്യത്തിലേക്ക് അയച്ചു തന്നത്. അവനാണ് സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 1:4-5 വായിച്ചു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചു. മതി. അവിടെ വായിച്ച കാര്യങ്ങൾ കേട്ടോ. യേശു പറഞ്ഞു നിങ്ങൾ കൂടിയിരുന്ന് ഈ ആത്മാവിനെ പ്രാപിക്കണം. അപ്പോൾ യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ ചോദിക്കുകയാണ്, നീ ഏത് സമയത്താണ് ഞങ്ങൾക്ക് രാജ്യം യഥാസ്ഥാനത്താക്കി?
യേശു പറഞ്ഞ കാര്യമാണ്, ഇവർ ചോദിച്ച കാര്യമാണ്. നിങ്ങൾ കേട്ടത്? യേശു ലോകത്തിലേക്ക് വെച്ച ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ കാത്തിരുന്ന ആത്മാവിനെ പ്രാപിക്കണം. അതാണ് യേശു പറഞ്ഞത്. ഈ ശിഷ്യന്മാരെ ചോദിക്കുക, നിങ്ങൾ യേശുവെ ഏത് കാലത്താണ് ഈ രാജ്യം ഞങ്ങൾക്ക് യഥാസ്ഥാനത്താക്കി തരുന്നത്? ഇന്ന് പലപ്പോഴും പലരും അങ്ങനെയാണ്. ദൈവാത്മാവിന്റെ കാര്യം പറയുമ്പോൾ അവർ മറ്റുള്ള കാര്യമാണ് പറയുന്നത്. അതിനെ മനസ്സിലാക്കാനോ അതിനെ ഉൾക്കൊള്ളാനോ കഴിയാത്ത വിശ്വാസികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ദൈവമക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് പലക്കാലം യേശു ജീവിതത്തിലേക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ്, ദൈവാത്മാവിനെ പ്രാപിക്കാൻ നിങ്ങൾ കാത്തിരിക്കണം. ശിഷ്യന്മാർക്ക് ഈ ലോകത്തിലുള്ള കാര്യമാണ്. ഇവിടെ എപ്പോൾ ഞങ്ങൾക്ക് ഒരു രാജ്യം കിട്ടും, രാജ്യം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നല്ലതല്ലേ, എന്തെങ്കിലും ഒരു സ്ഥാനമൊക്കെ അവർക്ക് കിട്ടും, ഏതെങ്കിലും സ്ഥലമൊക്കെ ഭരിക്കാനോ കുറെ നന്മകളൊക്കെ അവർക്ക് കിട്ടും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ലോകത്തിലേക്കുള്ള കാര്യമല്ല, നമുക്ക് എപ്പോഴും ലോകത്തിലേക്കുള്ള കാര്യം. യേശു പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കണം. അതിനെക്കുറിച്ചാണ് യേശു പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരും അങ്ങനെയാ. സഹോദര, ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കണം. ഇങ്ങനെ ആത്മാവിനെ പ്രാപിച്ചാലേ നമുക്ക് ജീവിതത്തിൽ ഒരർത്ഥമുള്ളൂ. ജീവസൂരമാണെങ്കിൽ, ക്രിസ്തീയ ജീവിതം സൂരമാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കണം. അവരന്നേരം പലതും മറ്റതൊക്കെ വേറെ കാര്യങ്ങളാണ് ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ നല്ല പ്രസംഗം കേട്ടായിരിക്കും. ഇന്ന് ഉമ്മൻചാണ്ടി ഇപ്പൊ പുള്ളിയുടെ കൂടെ നിന്ന് ഒരാൾ പോയില്ലേ, പുള്ളി ജയിക്കുമോ ഇപ്രാവശ്യം? ആത്മാവിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത് പറയുന്നതാണ് ഈ കാര്യം. ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞത് നിങ്ങളോട്. ഇവിടെ പറയുന്ന കാര്യം ശിഷ്യന്മാർ പലപ്പോഴും രാഷ്ട്രീയം പറയുന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക നന്മയ്ക്കുള്ള കാര്യം അവർ ചോദിക്കുന്നത്. പക്ഷെ എന്നാൽ യേശു പറഞ്ഞ കാര്യം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുമോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇത് കടന്നു വരട്ടെ. നിങ്ങൾ ഹല്ലേലൂയ ഈ ആത്മാവിനെ പ്രാപിക്കണം. നിങ്ങളുടെ മേൽ ശക്തി വരണം. നിങ്ങളുടെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിലെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ഇരിപ്പുണ്ട്. പക്ഷെ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മേൽ വരണം. ഹല്ലേലൂയ. അവര് ഇങ്ങനെ യേശു ജീവിതത്തിലേക്ക് ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ് അവരോട് പറഞ്ഞത്. അങ്ങനെ അപ്പോസ്തലർ 2:1 കൂടി വായിച്ചു. 2:1. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്ന് വീട് മുഴുവനും നിറച്ചു. അഗ്നിജാലം പോലെ പടർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തരും താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തരും ജനിച്ച് നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പർത്തലും മേദ്യരും ഏലാമ്യരും മെസൊപ്പൊത്താമ്യയിലും യഹൂദയിലും കപ്പദോക്കിയിലും പൊന്തോസിലും ആസിയയിലും ലുഗിയിലും പംഫുലിയയിലും മിസ്രയീമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. മതി, നിങ്ങൾ വായിച്ചു കേട്ടല്ലേ? പരിശുദ്ധാത്മാ ശക്തി ആദ്യമായിട്ട് അതിനുവേണ്ടി കാത്തിരുന്നവരിൽ കടന്നു വന്ന സംഭവമാണ് നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആത്മശക്തി നിങ്ങളുടെ മേൽ വരണമെങ്കിൽ നിങ്ങൾ സ്നാനപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ യേശുവിനെ വായിലേക്ക് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിന്റെ ശക്തി, ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മേലത് വരണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കാത്തിരുന്നാൽ നിങ്ങൾക്കത് പ്രാപിച്ചെടുക്കാൻ കഴിയും. എന്നാൽ ചിലർ പറയുന്നു സ്നാനപ്പെട്ടതിന് ശേഷമേയാണ് ശക്തി പ്രാപിക്കേണ്ടത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കൂടിയിരുന്നാൽ ഈ ശക്തി പ്രാപിച്ചതിന്റെ ലക്ഷണം, ശക്തി വരുമ്പോൾ എന്നാ ചെയ്യുന്നേ? ശക്തി പ്രാപിക്കും. ഈ പരിശുദ്ധാത്മാ ശക്തി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പലരും ആത്മശക്തി, ഞാൻ ആ യോഗത്തിന് പോയപ്പോൾ ശക്തി അവിടെ പോയപ്പോൾ എനിക്ക് ആത്മവിശ്വാസം കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കാണാനില്ല. അന്യഭാഷ പറയുന്നു. അന്യഭാഷ അടയാളത്തോടു കൂടി ദൈവാത്മാവിന്റെ ശക്തി നിങ്ങൾ പ്രാപിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പുറകോട്ട് നിൽക്കുന്നു? ആരെ നിങ്ങൾ പേടിക്കുന്നു? ആരെ മടിവെച്ച്? നിങ്ങളുടെ ജീവിതത്തിൽ ആത്മശക്തി വന്നെങ്കിൽ അത് ശക്തിയായി വെളിപ്പെടും. അതൊരു വലിയ പവറാണ്. ഹല്ലേലൂയ. എന്ന് തൽക്കാലം ഹല്ലേലൂയ, ആ ശക്തി വലിയ ശക്തിയാണ്. നിങ്ങൾക്ക്
പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ നമ്മുടെ കേവലം ഒരു കുഞ്ഞു വാക്കുകൾ കൊണ്ടോ നമ്മുടെ ചെറിയ ചിന്തകൾ കൊണ്ടോ അളക്കാൻ കഴിയുന്നതല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഓർഡറിനല്ല ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെ വരാവുള്ളൂ, ഇത് വിട്ട് പോകാൻ പാടത്തില്ല, ഈ രീതിയിലെ പോകാവുള്ളൂ എന്ന് ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നത്. നിങ്ങൾ ദൈവാത്മാവിനെ പൂർണ്ണമായി വിട്ടുകൊടുത്താൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ അത്ഭുതകരമായ വഴികളിലൂടെയാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വഴി നടത്തുന്നത്. നമുക്ക് ദൈവാത്മാവിന്റെ ആഴങ്ങളൊന്നും അളക്കാൻ പറ്റത്തില്ല കേവലം ഈ കുഞ്ഞു മനുഷ്യൻ ഇരുന്നുകൊണ്ട്. പലർക്കും കുഞ്ഞു മനുഷ്യനെ ഒന്നും അളക്കാൻ പറ്റത്തില്ല ദൈവത്തിന്റെ ആത്മാവിനെ. ദൈവത്തിന്റെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങാം. മുട്ടോളമല്ല അരയോളമല്ല നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ദൈവത്തിന്റെ ആത്മാവിന്. അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ആ ഡെപ്ത് കണ്ടവരാരുമില്ല. അതിന്റെ ആഴം മുഴുവൻ അളന്ന ഒരു മനുഷ്യരും ഇന്ന് ഭൂമിയിലില്ല. അത്രമാത്രം വലിയതാണ് ദൈവാത്മാവിന്റെ പ്രവർത്തനം, ദൈവാത്മാവിന്റെ ആഴം എന്ന് പറയുന്നത്. ഇതുവരെ കാലം നിങ്ങൾക്ക് ഇറങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ തൊട്ടകൊണ്ട്, ഹല്ലേലൂയ, ആത്മാവിന്റെ നദിയിൽ തൊട്ടകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തൃപ്തിപ്പെടരുത്. ഹല്ലേലൂയ, വെറുതെ കോരി തട്ടിയത് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടരുത്. ഇതുവരെ കാലം അരവരെ ഇറങ്ങിയത് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടരുത്. ഹല്ലേലൂയ, നീതിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആ ഒരു വലിയ ആത്മ സാന്നിധ്യത്തിലേക്ക് ഇതുവരെ കാലം നിങ്ങൾ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലൂടെ ചിലത് പ്രവർത്തിക്കുവാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ വിട്ടുകൊടുക്കുക. പ്രൈസ് ജീസസ്. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കരുത് നമ്മുടെ ജീവിതത്തിൽ ക്രോശം വെച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കത്തില്ല. അതിന് മുമ്പേ പുള്ളി വിട്ടുപോയി കഴിഞ്ഞു. യേശു ഒന്ന് നമ്മൾ തെറ്റിപ്പോയാലും ഒന്ന് മുട്ടോ, മോനെ നീ എനിക്ക് വേണ്ടി വാതിൽ തുറക്കുക. പക്ഷെ പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് നമ്മൾ ചിന്തിക്കുന്ന സമയം തന്നെ പുള്ളി വിട്ടുപോയി കഴിഞ്ഞു. നമ്മൾ ഓർക്ക് നമ്മുടെ ഉള്ളിലുണ്ടെന്ന്. പിന്നെ നമ്മൾ പറയുന്നേക്കാം, പലരും അന്യഭാഷ വരെ പറയുന്നത് കേട്ടിട്ടുണ്ട് ദൈവത്തിന്റെ ആത്മാവില്ലാതെ. എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ പറയരുത്. ഞാൻ നിങ്ങളോട് പറയുന്നത് എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പറയരുത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉള്ളിൽ വരുമ്പോൾ, ശക്തി വരുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ ശക്തമായി ആരും ഒന്നും മടിക്കാതെ നിങ്ങൾ പറയുക. എക്സ്പീരിയൻസ് അല്ല ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം. എന്ന് കാലം ദൈവത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുക. പ്രൈസ് ജീസസ്. ഇങ്ങനെ അവിടെ ഈ പെന്തക്കോസ്ത് നാളിൽ ആത്മശക്തി കടന്നു വന്നപ്പോൾ ആളുകളെല്ലാം കൂടി ഇവര് മറുഭാഷയിൽ സംസാരിക്കുന്നു, പല ഭാഷകളിൽ സംസാരിക്കുന്നു. ലോകത്തിലെ ഏകദേശം ഏതാണ്ട് 5613 ഭാഷകൾ ഏതാണ്ടുണ്ട് ലോകത്തിൽ മൊത്തം. ഇതിൽ എത്ര ഭാഷ നമുക്കറിയാം? 5 ഭാഷ അറിയാവുന്ന എത്ര പേരുണ്ട്? 5 ഭാഷ സംസാരിക്കാൻ അറിയാവുന്നവര് ഇല്ല. എത്ര ഉള്ളു? നമ്മുടെ കഴുസത്ര ഉള്ളു. എന്നിട്ടാണ് ചിലവർ അന്യഭാഷ പറയുമ്പോഴത്തേക്ക് അത് ശരിയാണോ? അത് അവൻ എന്നാ അന്യഭാഷയാ പറഞ്ഞത്? ദൈവത്തിന്റെ മക്കളെ നിങ്ങൾ അളക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ അത് വെച്ച് അളക്കരുത് ദൈവത്തിന്റെ ആത്മാവിനെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ അത് പറയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും ഭാഷയുള്ളിടത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് പല ഭാഷകളിലൂടെ നമ്മളോട് ഇടപെടും. ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. ആത്മശക്തി പ്രാപിച്ചാൽ അതുകൊണ്ട് ഒതുങ്ങരുത്. നിങ്ങൾ ആളുകളിലേക്ക് ഇറങ്ങിക്കോണം. ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങളിലേക്ക് വിട്ടുകൊടുത്തോണം. അതിനുവേണ്ടി ഇറങ്ങിക്കോണം. പ്രാപിക്കാത്തവരെ ശക്തമായി അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. കാത്തിരിക്കുക, പ്രാപിക്കുക. ഇവിടെ കൂടി വന്നിരുന്നവരല്ലേ ഇവര് അന്യഭാഷയൊക്കെ പറഞ്ഞ് ദൈവത്തെ പാടി സൂചിപ്പാടി. ഈ കേട്ടിരുന്ന പുള്ളികൾ പറഞ്ഞു, ചിലവര് അഭിപ്രായം പറഞ്ഞ പുള്ളികളുണ്ട് ഇതിനകത്ത്. ചിലവര് പറഞ്ഞു ഇവര് വെള്ളം അടിച്ച് കിറങ്ങി ഇവര് സംസാരിക്കാന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മുടെ ആരാധനയൊക്കെ ഒന്ന് എടുത്തു ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ ശക്തമായ ദൈവത്തെ തുള്ളിച്ചാടി ആരാധിക്കുമ്പോൾ അത് മാത്രം ഒന്ന് വീഡിയോ എടുത്തൊന്ന് കാണിച്ചു നോക്കി. ഇല്ലാത്ത ആൾക്കാരെ, ഇതിനകത്ത് വരാത്ത ആൾക്കാരെ ഒന്ന് കാണിച്ചു നോക്കി. അവർക്ക് തോന്നി ഒരു വെള്ളം അടിച്ച് തുള്ളിച്ചാട് വന്നു. ശരിയല്ല ഞാൻ പറഞ്ഞു? പക്ഷേ പ്രൈസ് ദി ലോർഡ്, ഒരു കൂട്ടി പറഞ്ഞ് ഒരു വെള്ളം അടിച്ച് തുള്ളിച്ചാടും. നമുക്കാണ് പ്രാപിക്കാത്ത ഒരു മേൽ വരാത്തവർക്ക് അങ്ങനെ തോന്നും. എന്നാൽ ഈ അനുഭവത്തേക്ക് നമ്മൾ ഇറങ്ങണം. അതിനൊന്ന് ടേസ്റ്റ് ചെയ്യണം, അതിനൊന്ന് രുചിച്ചറിയണം. എന്ന് പറഞ്ഞാലും നിങ്ങളെ തന്നെ ഏൽപ്പിച്ചെടുക്കും. വെറുതെ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ അവസ്ഥയ്ക്കൊരു, നിങ്ങളുടെ ഇകറിഞ്ഞ മയങ്ങി തൂങ്ങിയിരിക്കുന്ന ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഇതുവരെ നിങ്ങൾ കാണാത്ത വഴിയിലൂടെ ദൈവം നിങ്ങളെ നടത്തും. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ആഴങ്ങളിലേക്ക് ദൈവാത്മാവ് ഇറക്കും. നിങ്ങൾ ആരും പരിഭവം തോന്നരുത്. ഈ ശക്തി നിങ്ങൾ പ്രാപിക്കണം.
വാശിയെടുത്ത് നിങ്ങൾ പ്രാപിച്ചെടുത്ത്. യേശു പറഞ്ഞ കാര്യം, ഞാൻ പറഞ്ഞ കാര്യം തന്നെ. ഈ ശക്തിയെ നിങ്ങൾ പ്രാപിച്ചത് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിലുണ്ട്, സത്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതും നിങ്ങൾ സ്നാനപ്പെട്ടതും നിങ്ങൾ ഇവിടെ കടന്നു വന്നല്ല. അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു കൂട്ടർ പറഞ്ഞു ഒരു വെള്ളം അടിച്ച് തുള്ളിച്ചാടുകയാണ്. ഒരു കൂട്ടർ അങ്ങനെ അഭിപ്രായം പറഞ്ഞത്. ഒരു കൂട്ടരെ ഭ്രമിച്ചു, പേടിച്ചു പോയി. ഒരു കൂട്ടര് ഇത് എന്നതായി സംഭവിക്കണമെന്ന് പറഞ്ഞാൽ പേടിച്ചു പോയി. ഒരു കൂട്ടര് ഇത് ദൈവത്തിന്റെ വൻകാര്യങ്ങളെ സംസാരിക്കുന്നൊക്കെ പറഞ്ഞ് അവര് ദൈവത്തെ സ്തുതിച്ചു. 3 കൂട്ടര്. ഒരു കൂട്ടര് കളിയാക്കിയ കൂട്ടര്. ഇന്നും നമ്മുടെ ഈ കൂട്ടരുണ്ട്. ഈ 3 ടീമും ഇന്ന് നമ്മുടെ സഭകളിൽ തന്നെയുണ്ട്. പുറത്തല്ല, നമ്മുടെ സഭകളിൽ തന്നെ ഉണ്ട്. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇന്ന് തൽക്കാലം കളിയാക്കുന്നവരെ കൂട്ടത്തെ നമ്മളത് ഏറ്റെടുക്കണം. യേശു പറഞ്ഞ ആരോ കളിയാക്കിക്കോട്ടെ. എന്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ പറയാം. ഞാൻ ആദ്യമായിട്ട് അഭിഷേകം, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദൈവാസം എന്നോട് പറഞ്ഞു, അവിടെ സുഷ്മിച്ച ദൈവാസം പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുവാൻ ഈ നിങ്ങളുടെ മേൽ വരുവാൻ ആരാഗ്രഹിക്കുന്നുവോ അവര് ദൈവത്തെ ഇന്ന് വ്യാജിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കും. ദൈവത്തിന്റെ ആത്മാവിന് ഒരു തടസ്സമല്ല, നമ്മുടെ മേൽ വരും. ഞാനങ്ങനെ ആദിൽ കർത്താവെ, ഇങ്ങനെ ആത്മാവ് ശരിയാണെങ്കിൽ കർത്താവ് എന്റെ മേലെ നിന്ന് വരണം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് വലിയ വിവരമൊന്നുമില്ല. എനിക്ക് വലിയ ആത്മാവിന്റെ വലിയ പ്രവർത്തനത്തെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. നമ്മളെല്ലാം അറിഞ്ഞിട്ട് ആത്മാവിനെ പ്രാപിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. ജീവിതത്തിൽ നടക്കുന്ന കാര്യമില്ല. സ്നാനപ്പെടുവാൻ നിങ്ങൾ തീരുമാനമെടുത്തുമ്പോൾ അത് ശരിയാണെന്ന് തോന്നിയാൽ അപ്പം സ്നാനപ്പെട്ടോളണം. പിന്നെ പിശാച് നിങ്ങളെ കൊണ്ട് സമ്മതിക്കുന്നില്ല. കാരണം യേശുവിനോട് ചേരുന്ന അവസ്ഥയാണ്, അവന്റെ കഷ്ടത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തീരുമാനമുള്ളവർ പെട്ടെന്ന് സ്നാനപ്പെട്ടോളണം. കാര്യം എന്ന് പറഞ്ഞാൽ യേശുവിനോട് ചേർന്നാൽ പിന്നെ നിന്നെ പിടിക്കാനൊന്നും അവന് പറ്റത്തില്ല. ദൈവത്തിന്റെ ആത്മാശക്തി ഉണ്ടെങ്കിൽ നിന്നെ തൊടുവാൻ ഒരു പിശാചിന് സാധിക്കത്തില്ല. നിന്റെ നേരെ വരുന്ന സകല അമ്പുകളും ഹല്ലേലൂയ, ശത്രുവിന്റെ സകല അമ്പുകളും ഹല്ലേലൂയ നിന്റെ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. അവന്റെ ശക്തി അളന്ന ഒരുത്തനുമില്ല. ഹല്ലേലൂയ, ഒരു പിശാചിനെ തടയാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. എന്ന് പറക്കാലം ആത്മശക്തി നിങ്ങൾ പ്രാപിച്ചെടുത്തോളണം. ഓരോ ആരാധന നിങ്ങൾ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തോളണം. ദൈവത്തെ പാടി സ്തുതിക്കണം. നിങ്ങളുടെ കൈ ശക്തമായി അടിക്കാൻ കഴിയുന്ന അത് വെച്ച് അടിച്ചോളണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കൈ അനക്കാൻ പറ്റാത്തൊരു അവസ്ഥ നിങ്ങൾ ഓർക്കുകയും ആഗ്രഹിച്ചിട്ട് നടക്കാത്ത അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്ന് പറഞ്ഞാൽ സാഹചര്യമുള്ളപ്പോൾ നമ്മൾ സ്തുതിച്ചോളണം. പാടി ദൈവത്തെ സ്തുതിച്ചോളണം. ഒരു കൂട്ടര് ഭ്രമിച്ചു, ഒരു കൂട്ടര് പരിഹസിച്ചു, ഒരു കൂട്ടര് ദൈവത്തെ സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് അവരുടെ മുമ്പിൽ എഴുതിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവാത്മാവ് നിറഞ്ഞവളായി എഴുതിച്ചു. ഞങ്ങള് മദ്യപിച്ചൊന്നുമല്ല, ഞങ്ങൾ വെള്ളം അടിച്ച് ഇങ്ങനെ തുളിച്ചാട്ടൊന്നുമല്ല. പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളല്ലോ. ഈ 3-ാം മണി എന്ന് പറയുന്നത് നമ്മൾ ഓർക്കും വൈകുന്നേരമല്ലേ എല്ലാവരും കുടിക്കാൻ ഷാപ്പിൽ പോകണം അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 3-4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഷാപ്പിൽ പോകണം സമയം അല്ലേ? പക്ഷേ അവിടുത്തെ സമയമാണത്. അവിടെ രാവിലെ 6 മണി എന്നല്ല തുടങ്ങണേ, 1 മണി എന്ന് തോന്നുന്നത്. അപ്പൊ 3-ാം മണി എന്ന് പറഞ്ഞാൽ 9-ാം മണി നേരമേ ആയിട്ടുള്ളൂ. രാവിലെ 9-ാം മണി നേരെ ആയിട്ടുള്ളൂ. ആ സമയത്ത് ഞങ്ങൾ ആരും കുടിക്കാൻ പോണ സമയമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ മദ്യപിച്ചവരല്ല. പത്രോസ് അവരുടെ മുമ്പിൽ എഴുന്നേറ്റുന്ന ശക്തമായി ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? ഈ ഭ്രമിച്ചു നിന്നവരും ഈ ദൈവത്തെ സ്തുതിച്ചവരും എല്ലാം ഹല്ലേലൂയ അവരെല്ലാം ദൈവസ്ഥലം. എന്നാൽ ഈ കളിയാക്കിയ ടീമുണ്ടല്ലോ, ഈ കളിയാക്കിയ ടീമുകൾ എന്നും കളിയാക്കിക്കൊണ്ടിരിക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവരൊന്നും ഹല്ലേലൂയ ഈ ഭ്രമിച്ചവരും ദൈവത്തെ സ്തുതിച്ചവരെല്ലാം അവരെന്ത് 3000-ഓളം പേര് അന്ന് സ്നാനമേറ്റ ദൈവസഭയോട് ചേർന്നു, യേശുവിനോട് ചേർന്നു. ദൈവാത്മാവിന്റെ പ്രവർത്തനം അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ഒത്തിരി ഹല്ലേലൂയ ഒരു കാൽഭാവം മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിച്ചുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇന്ന് വരെ ശക്തമായി ഞാൻ പറയുന്ന കാര്യമല്ല, യേശു പറഞ്ഞ കാര്യമാണ്. ഇത് നിങ്ങളുടെ മേൽ വന്നിട്ടില്ലെങ്കിൽ പ്രായപരിധി വിഷയമല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശക്തമായി പ്രാർത്ഥിക്കണം. ദൈവമേ, എന്റെ കുഞ്ഞിനെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ നിറയ്ക്കണമേ. നിങ്ങൾക്ക് മറ്റെല്ലാം കൊടുക്കാൻ പറ്റും, വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും, എന്തോരം കൊടുക്കാൻ പറ്റും. പക്ഷേ എന്തോരം വേണമെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുക, ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയും അവർ പ്രാപിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവരെ തെറ്റിപ്പോകത്തില്ല. പ്രിയപ്പെട്ടവരെ, അവരെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ ഹല്ലേലൂയ പോകാത്ത വഴിയിലേക്ക് ഹല്ലേലൂയ കടത്തിവിടാത്ത ഒരു ശക്തി, അവരെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇന്ന് മുതൽ മാതാക്കന്മാർ പ്രാർത്ഥിച്ചോളാം, കർത്താവേ എന്റെ കുഞ്ഞിനെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണം.
പല രോഗത്തിനും വിടുതല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലക്കാലം ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ തന്നെ വിളിച്ചു പറയുക, ഇന്ന് പലക്കാലം നമ്മുടെ അവസ്ഥയ്ക്ക് ഇതിന് മാറ്റം വരും. നമ്മുടെ സഭയുടെ ഉള്ളിൽ തന്നെ ചില അത്ഭുതങ്ങൾ പൊട്ടിപ്പുറപ്പെടും. പല വാഗ്ദത്തങ്ങൾ ദൈവസഭയോട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ഇന്ന് പലക്കാലം നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വരണം. രോഗം ഹല്ലേലൂയ ഡോക്ടർമാർ പറഞ്ഞതിന് അപ്പുറത്തായി ഇന്ന് പലക്കാലം രോഗം ഹല്ലേലൂയ വൈദ്യശാസ്ത്രം പറയുന്ന അല്ലെങ്കിൽ പരിധികളെ ഭേദിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ ഇന്ന് പലക്കാലം രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ഹല്ലേലൂയ. പൈശാചിക ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറും. ഇന്ന് പലക്കാലം ഹല്ലേലൂയ പുതുഭാഷകൾ നിങ്ങൾ സംസാരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ശക്തി വെളിപ്പെടും. ആത്മാവിന്റെ ശക്തി നിങ്ങൾ വ്യാപരിക്കും. നിങ്ങൾ ശക്തിയുള്ളവരായി തീരും. നിങ്ങൾ പുറത്തു പോകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആത്മാവിനോട് ആലോചന ചോദിച്ചിട്ട് അവന്റെ ആത്മാവിന്റെ ശക്തി ഏറ്റെടുത്തിട്ട് മാത്രമേ നിങ്ങൾ പുറത്തു പോകാവൂ. യേശുവിന്റെ നാമത്തിൽ ആ ശക്തിയെ പ്രാപിക്കുവാൻ നിങ്ങളെ മേലേറ്റെടുക്കുവാൻ ആര് കൊതിക്കും? Praise you, Jesus. Praise you, Jesus. കഴിക്കുന്നവരുടെ കൂട്ടത്തിലല്ല. ഇന്ന് പലക്കാലം ദൈവത്തിന്റെ ആത്മാവിനെ ഏറ്റെടുത്ത ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിച്ചാൽ ഇന്ന് പലക്കാലം ദൈവാത്മാവിന് അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് അത് ഉരുക്കി മാറ്റുവാൻ കഴിയും. എന്ന് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഈ ശക്തി വ്യാപരിക്കുന്നത് വിശ്വസിക്കുന്നവരാലാണ്, ഏറ്റെടുക്കുന്നവരുടെ മേലാണ് ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നത്. Praise Jesus. പലപ്പോഴും നമ്മുടെ സഭകളിലൊക്കെ കാണുന്ന ഒരു കാര്യം, പിശാച് ഈ ആത്മാവിൽ ആരാധിക്കുന്നവരെ ഭയങ്കര പേടിയ പിശാചിന്. നിങ്ങൾക്കറിയാമോ, ആത്മാവിന്റെ ശക്തിയിൽ ഉള്ളവരോട് പിശാചിനോട് ഏറ്റവും ചെറിയ ഒരു സംഘടനമായാൽ ചെറിയ മുട്ടുന്നിട്ടവും കിട്ടും അല്ലെ? പിശാചിനോട് നമ്മുടെ ക്രിസ്ത്യ എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധക്കളത്തിൽ നമ്മൾ നിൽക്കുന്നത്. ചിലപ്പോ ചെറിയ തട്ടുമുട്ട വിട്ടെ, ജയം നമ്മുടെ കയ്യിലാണ്. അവൻ സാത്താനെ തകർത്ത ദൈവമാണ്, ജയവീരനായ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആത്മാവിന്റെ ശക്തി എന്ന് പറയാൻ തോറ്റോടുന്ന ശക്തിയല്ല. ഇന്ന് പലക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ തുറമുഖത്തെത്തിക്കുവാൻ ശക്തമായ ഒരു ശക്തിയാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. Praise Jesus. Praise Jesus. പിശാച് നോക്കിയിരിക്കില്ല. ഒരാള് ശക്തമായി സഭയിൽ ശക്തമായി ദൈവത്തെ ആരാധിച്ചാൽ പിശാച് ആരോടെങ്കിലും കൂടെ പറയും, പാസ്റ്ററേ അതെന്നാ അതെന്നെ കാണിക്കുന്നു. ഞാൻ എന്റെ ഭാഷ പറയാം. ഞാനൊരു എക്സാമ്പിൾ പറയുന്നുള്ളൂ കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഇങ്ങനെയൊക്കെ വേണം ദൈവത്തെ ആരാധിക്കാൻ. തുള്ളിച്ചാടി തല കുത്തി മറിഞ്ഞ് വലിയ ഒച്ചപ്പാട് പോലെ പതുക്കെ ആരാധിച്ചാൽ പോലെ. ഇത് പിശാചിന്റെ ഒരു തന്ത്ര, നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് പിശാച് പറയും ഇങ്ങനെ ആരാധിക്കണ്ട, മിണ്ടാതിരുന്ന് വാക്കെടുത്ത് തരും. പിശാചിന്റെ വാക്ക് നമുക്ക് തരും, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു. പിശാച് നമ്മുടെ മുമ്പിലേക്ക് തരും, മിണ്ടരുത്. സ്വത്രം പറഞ്ഞാലും നാക്കിങ്ങനെ പതുക്കാനൊക്കാവുള്ളൂ, പുറത്തു കേൾക്കരുത്. എന്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരായി തരും. നമ്മുടെ വാ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് നാവിലൂടെയാണ്. നിങ്ങൾക്കറിയാം, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് നാവിലൂടെ വെളിപ്പെട്ടാണ്. നമ്മുടെ നാവിന് ഭയങ്കര പവറുണ്ട്. ഒരു വാക്ക് ദൈവത്തെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് സ്തോത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശക്തിയുള്ളതാണ്. ഇന്ന് വരെക്കാൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ശക്തിയുള്ള ദൈവത്തിന്റെ ആത്മാവാണ് നമ്മൾ വസിക്കുന്നത്. വിശാലിച്ച നമ്മളെ വാക്ക് നമ്മുടെ വചനത്തിൽ വാക്യം മിണ്ടാതിരുന്ന് ഞാൻ ദൈവം അറിഞ്ഞുകൊള്ളി. പക്ഷെ നമ്മൾ വായിച്ചത് സങ്കീർത്തനം 46:9 സങ്കീർത്തനം മിണ്ടാതിരിക്കുന്നവരോട് ആയുള്ള ഒരു ദൂതങ്ങളെ കൂടിയാണ്. നിങ്ങൾ കേട്ടോ? സ്തോത്രം. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയും. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ വാക്യം പറയുന്നത്, മിണ്ടാതിരി ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ.
നമ്മളെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യത്തിന് മുമ്പിൽ വലിയ ശത്രു ശക്തനായി വരുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കാത്ത, നമ്മുടെ പരിധിയിൽ നിൽക്കാത്ത ഒരു കാര്യത്തിൽ നമ്മൾ വെറുതെ കിടന്ന് പ്രവർത്തിച്ച കാര്യമൊന്നുമില്ല. അവിടെയാണ് നമ്മളെ മുട്ടുമടക്കി ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവേ, ഈ കാര്യത്തിൽ പ്രവർത്തിക്കുവാൻ, ഈ കാര്യത്തിൽ ജയിക്കുവാൻ എനിക്ക് കഴിവില്ല കർത്താവേ എന്ന് പലക്കാലം ഹല്ലേലൂയ നീ പ്രവർത്തിക്കണമേ. അവിടെയാണ് മിണ്ടാതിരുന്ന ദൈവം ഞാൻ അറിഞ്ഞുകൊള്ളാൻ. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ഹല്ലേലൂയ നമ്മൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത അനേകം മേഖലകളുണ്ട്. അത് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത പല പീഡനങ്ങൾ അഴിച്ചു കൊടുത്താലുണ്ട്. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയും. മിണ്ടാതിരുന്ന ദൈവസന്നിധിയിൽ ആരോടും പറയാതെ ഇന്ന് പലക്കാലം നിങ്ങളെ കൊണ്ട് കഴിയാത്ത കാര്യത്തിന് മുമ്പിൽ ദൈവസന്നിധിയിൽ നിങ്ങളുടെ മുട്ടുകളെ മടക്കി ഇന്ന് പലക്കാലം കർത്താവേ ഞാനൊന്നുമില്ല, എന്നെ കൊണ്ട് ഒന്നും കഴിയത്തില്ലപ്പാ, ഇന്ന് പലക്കാലം കർത്താവേ നീ പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ ദൈവസന്നിധിയിൽ ജാഗരിച്ച താനിരുന്ന പ്രാർത്ഥിക്കുന്ന കാര്യത്തെ കുറിച്ച് അവിടെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് മിണ്ടാതിരുന്ന ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവാൻ. നിങ്ങൾ സ്തുതിക്കുമ്പോൾ ദൈവത്തെ ശക്തമായി സ്തുതിക്കുക. ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ വരുന്ന ദിവസങ്ങൾ നമുക്ക് അനുഭവിച്ചറിയണം. ഈ സഭയിൽ തന്നെ അത്ഭുതങ്ങൾ നടക്കണം. ഈ സഭയിൽ തന്നെ ദൈവത്തിന്റെ പരിവർത്തനങ്ങൾ ഹല്ലേലൂയ സ്തോത്രം പറയുമ്പോൾ തന്നെ ഹല്ലേലൂയ ചില രോഗികൾ സൗഖ്യമാവണം. ചില ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ നമ്മുടെ ഉള്ളിൽ പലത് കിടപ്പുണ്ട്. ഇന്ന് പലക്കാലം ചിലത് നമ്മുടെ കണ്ണുകൊണ്ട് കാണണം. അതിന് ആരെ തടസ്സം? നമ്മൾ തന്നെ തടസ്സം. ഇന്ന് പലക്കാലം ഹല്ലേലൂയ നമ്മൾ ഇത്രയും കേട്ടിട്ട് യേശു പറഞ്ഞു നിങ്ങൾ ആത്മാവിനെ നിങ്ങൾ മേൽ പ്രാപിക്കണമെന്ന്. എന്നിട്ട് ഹല്ലേലൂയ നമ്മൾ ഇനിയും പ്രാപിക്കാതിരുന്നാൽ ഹല്ലേലൂയ നമ്മൾ പ്രാപിക്കാതെ കടന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. ഇന്ന് പലക്കാലം യേശു പറഞ്ഞ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പ്രാപിക്കാൻ നമ്മളെ ഉത്സാഹിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, അവൻ സകല സത്യത്തിലും നമ്മളെ വഴി നടത്തും. പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്, ലോകത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പ്രിയപ്പെട്ടവർക്ക് വിശേഷാൽ ദൈവസഭയ്ക്ക് ചെയ്യുന്നത് സകല സത്യത്തിലും അവൻ നിങ്ങളെ വഴി നടത്തും. വരുവാനുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതാണ് പരിശുദ്ധാത്മാവ് ദൈവ പൈതലിനെ ചെയ്തു കൊടുക്കുന്ന കാര്യം. പ്രൈസ് ദി ലോർഡ്. വഴിയറിയാതെ എങ്ങോട്ട് പോകണമെന്ന് നിങ്ങൾ ഹല്ലേലൂയ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, നിങ്ങൾക്ക് ഒരു സാമ്പത്തിക കടത്തിൽപ്പെട്ട എന്നെ ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കേ. ഹല്ലേലൂയ നമ്മുടെ അനുഭവത്തിലൂടെ ഹല്ലേലൂയ വെളിപ്പെട്ട് വരട്ടെ. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളെ തന്നെ താഴ്ചപ്പെടുപ്പിച്ചു കൊടുക്കുക. അതിന്മേൽ വിജയം ദൈവം നമുക്ക് തരും. അവസ്ഥയ്ക്ക് മാറ്റം വരും. പരിശുദ്ധാത്മാവ് സഞ്ചരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ തന്നെയാണ്. വഴി വിട്ട് പരിശുദ്ധാത്മാവ് സഞ്ചരിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ കുറവശം വെച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ പാപം വെച്ചുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ ഇത് ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലില്ല. അത് വിട്ടുപോയി കഴിഞ്ഞു. ഞാൻ വ്യക്തമായി പറയാം. നമ്മുടെ ജീവിതത്തിൽ പാപം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും, ഒരു കൂട്ടുസഹോദരൻ വന്നിട്ട് കൂട്ടുസഹോദരനോട് മിണ്ടാൻ കഴിയാതെ കൈ കൊടുക്കാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ചുമ്മാ നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളിത് വിട്ടുപോയി കഴിയും. ഇന്ന് തൽക്കാലം നമ്മള് ദൈവമക്കളിൽ എല്ലാം ഏക മനസ്സോടെ, അവർ കൂടിയിരുന്നവരെല്ലാം ഏക ഹൃദയമുള്ളവരായിരുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരുമിച്ച് ഏക മനസ്സോടെ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. നിങ്ങളുടെ മേൽ വരണം. നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ട് കാര്യമില്ല. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടണം. ഇവ ഞങ്ങൾ ദൈവം അനുഗ്രഹിക്കുമാറാണ്.